Hello guys, welcome back to a new video. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനത്തെ എങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയാലോ? ഷുവർ ക്വസ്റ്റ്യൻ ആകാം. അപ്പോൾ സംശയമൊന്നും വേണ്ട, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 8ാമത്തെ ഷുവർ ക്വസ്റ്റ്യൻ കേട്ടോ. ഇപ്പോൾ ഓൾറെഡി 7 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി 8ാമത്തെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, എക്സാം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 8 മാർക്കിന് ചോദിക്കാവുന്ന എല്ലാ തവണയും ചോദിക്കാറില്ല. റിപ്പീറ്റേഷൻ വാല്യൂ ഒരുപാട് തവണ അല്ലേ? ചില സിനിമ അങ്ങനെ ഉണ്ട്, റിപ്പീറ്റ് വാല്യൂ ഒരുപാടുണ്ടെന്ന് പറയാറുണ്ട് അല്ലേ? അതുപോലെ റിപ്പീറ്റേഷൻ വാല്യൂ ഒരുപാടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് GDP ആയിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, നമ്മുടെ GDP എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനമാണ് നമുക്കറിയാം. അപ്പോൾ ഈ GDP കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നമുക്കറിയില്ല, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഏതാണ്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എല്ലാ തവണയും ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി നിങ്ങളിപ്പോൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ചോദ്യം ഇതാണ്: GDP ഓഫ് എ കൺട്രി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് 3 മെത്തേഡ്സ്. എത്രയാണ്? 3 മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GDP അഥവാ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം തരും, നമ്മൾ ആകെ 2 കുറിച്ച് മാത്രം എഴുതിക്കുക. ഏതൊക്കെ? ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും മാത്രമാണെന്ന് എഴുതിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 4 മാർക്ക് ഒന്നിനും 4 മാർക്ക് ഒന്നിനും വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? 8 മാർക്കിനാകെ എഴുതിക്കും. പക്ഷേ അങ്ങനെയുള്ളത് ആൻസർ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം, നോക്കിക്കോട്ടോ. മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം പറയുന്നത് എന്ത് പറയും? ഒന്നുകിൽ നമ്മളോട് നാഷണൽ ഇൻകം മെഷർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ GDP കണക്കാക്കാൻ വേണ്ടി വരും. ഓക്കെ, 2 രീതി ചോദിച്ചു കഴിഞ്ഞാലും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം കണക്കാക്കുക എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം എന്താ എന്നുള്ളതിനൊരു ഡെഫിനേഷൻ കൊടുക്കണം. ഓക്കെ, അഥവാ ദേശീയ വരുമാനം എന്താണെന്നുള്ള ഡെഫിനേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കാം, ഇറ്റ് ഈസ് ദ ഇൻകം ഓഫ് എ നാഷൻ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ എന്ന് എഴുതിക്കാം. ഓക്കെ, ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിൻ്റെ വരുമാനത്തിനാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. എന്ത് ചെയ്യാം? ഒന്നുകിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ അങ്ങനെ എഴുതിക്കാം. ഇനി നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ GDP കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ GDP ഉണ്ടല്ലോ, GDPയുടെ ഡെഫിനിഷൻ എഴുതിച്ചാൽ മതി. എന്താ GDPയുടെ ഡെഫിനിഷൻ? ടോട്ടൽ മണി, സം ഓഫ് ദി ടോട്ടൽ മണി വാല്യൂ ഓഫ് മണി, ടോട്ടൽ മണി വാല്യൂ of all final goods and services produced in a country during a financial year in a domestic area of a country എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ സാധന സേവനങ്ങളുടെയും എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തിനാണ് എന്ത് പറഞ്ഞിരുന്നത്? GDP എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതേ ഡെഫിനിഷൻ എഴുതുക. സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താ പറയുക? ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. 1 എന്താ പറയുക? മണി വാല്യൂ ആണോ നോക്കും. 2 ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ നോക്കും. 3 പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ആണോ നോക്കും. 4 എന്താണ്? ഫിനാൻഷ്യൽ ഇയർ. ഈ 4 കാര്യങ്ങൾ ചേർന്ന് എന്തായി? GDPയുടെ ഡെഫിനിഷനായി. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ആ രാജ്യത്തിൻ്റെ അകത്തുണ്ടാക്കുന്ന എല്ലാ നമ്മളെന്താ പറയുക, ആ രാജ്യത്തിനകത്തുണ്ടാക്കുന്ന എല്ലാ എന്താ പറയുന്നത്, അന്തിമമായിട്ടുള്ള എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തിനാണ് എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. അത് എഴുതിയേക്കാണ് വേണ്ട കേട്ടോ. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂടി ചേർക്കും? പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, NFI അല്ലെങ്കിൽ എന്ത് പറയും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഓക്കെ, ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ തന്നെ വിദേശ രാജ്യത്തു നിന്നുള്ള വരുമാനം അല്ലേ? നമ്മുടെ രാജ്യത്തേക്ക് വിദേശത്ത് നിന്ന് വരുമാനം വരും, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും വരുമാനം പോകും അല്ലേ? അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസത്തിനാണ് എന്ത് പറയുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? GDPയും ദേശീയ വരുമാനമായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന GDPയും NFIയും കൂടി ചേർത്ത് എന്ത് കിട്ടും? നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം എഴുതിയേക്കേണ്ടത്. ദെൻ നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 മെത്തേഡ്സിലൂടെ കണ്ടെത്താൻ പറ്റുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ എഴുതിയേക്കാൻ വേണം. ആ 3 മെത്തേഡ്സിൻ്റെ പേരാണ്: ഫസ്റ്റ് വൺ പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ എന്ത് പറയും? വാല്യൂ ആഡർ മെത്തേഡ് എന്ന് പോപ്പുലറായിട്ട് അറിയപ്പെടുന്നു. രണ്ടാമത്തത് ഇൻകം മെത്തേഡ്, അത് മൂന്നാമതായിട്ട് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ എന്താ പറയുക? ഉൽപ്പന്ന രീതി എന്ന് പറയാറുണ്ട്. എന്താ പറയാറുള്ള? പൊതുവേ ഉൽപ്പന്ന രീതി എന്നാണ് മലയാളത്തിൽ പറയാട്ടോ. എന്താണ് പറയുക? ഉൽപ്പന്ന രീതി എന്ന് പറയുക. രണ്ടാമത്തേന് എന്താ പറയുക? വരുമാന രീതി. ഓക്കെ, വരുമാന രീതി എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ അവസാനമായിട്ട് വരുന്നതിന് എന്താ പറയുക? ചെലവ് രീതി. ഓക്കെ, ചെലവ് രീതി. ഇങ്ങനെ 3 രീതിയിലൂടെയാണ് എന്ത് ചെയ്യാറുള്ളത്? ദേശീയ വരുമാനം കണക്കാക്കാറുള്ളത്. അത് പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മലയാളം ഇതുവരെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് മലയാളം ഇവിടെ ചേർത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് വരുന്നതിന് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും? വാല്യൂ ആഡർ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡർ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് സിമ്പിളായിട്ട് നോക്കിക്കോളൂ. അണ്ടർ ദിസ് മെത്തേഡ് നാഷണൽ ഇൻകം ക്യാൻ ബി മെഷേർഡ് ബൈ ആഡിങ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ഫേം ദാറ്റ് എക്കോണമി
ഇൻ ദ എക്കോണമി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലുള്ള എല്ലാ ഫേംസും ഉണ്ടാവും അല്ലേ, എല്ലാ ഫേംസും എന്ത് സാധനം ഉണ്ടാക്കുന്ന ഫേംസ് ഉണ്ടാവും. ചിലപ്പോൾ അവർ ഗുഡ്സ് ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ അവരെന്തായിരിക്കും സർവീസ് ആയിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അവർ സാധനങ്ങളാവട്ടെ സേവനങ്ങളാവട്ടെ എന്ത് തന്നെ തരുന്നതാണെങ്കിലും ആ ഫേംസ് അഥവാ ഉൽപ്പാദകരുണ്ടല്ലോ അവരുടെ എല്ലാ പ്രൊഡക്ഷനും കൂട്ടിച്ചേർത്തിട്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രൊഡക്റ്റിനെയും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഈ പറഞ്ഞ വാല്യൂ ആഡർ മെത്തേഡ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാമ്പത്തിക വർഷത്തിൽ സമ്പദ് വ്യവസ്ഥയിലെ ഓരോ സ്ഥാപനവും നിർമ്മിക്കുന്ന എല്ലാ അന്തിമ ചരക്കുകളും സേവനങ്ങളും ചേർത്ത് ദേശീയ വരുമാനം അളക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ചരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, പച്ച മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സാധനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാൻ അത് സാധനങ്ങളാണെന്നില്ല. അപ്പോൾ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതി യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്, എന്താണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രശ്നം അല്ലേ. ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എ ഗുഡ് ഓർ സർവീസ് ആഡഡ് മോർ ദാൻ വൺസ് ഓക്കെ ഇൻ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മളൊരു സാധനം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആദ്യം അതിൻ്റെ വില കൂട്ടി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നെല്ല്. ഓക്കെ, നമ്മൾ നെല്ലിൻ്റെ വില കൂട്ടി, പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താക്കി മാറ്റി, അരിയാക്കി മാറ്റി, പിന്നെ അത് കടയിൽ കൊണ്ടിട്ട് എന്ത് ചെയ്തു, ചോറാക്കി മാറ്റി. ഓക്കെ, നോക്കിയാൽ നിങ്ങൾ 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്. ഈ 3 സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നെല്ലിന് വന്ന വില, അരിക്ക് വന്ന വില, ചോറിന് വന്ന വില, ഇത് 3 കൂടി എന്ത് ചെയ്യുന്നു, കണക്കൂട്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത്, ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന പ്രശ്നം വരുന്നുണ്ട്. അതായത് നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സാധനം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ ആഡർ മെത്തേഡ് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വാല്യൂ ആഡർ മെത്തേഡ്. ഈ വാല്യൂ ആഡർ എന്ന് പറഞ്ഞ സംഗതി എന്താ പറയുക, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വാല്യൂ ആഡർ അല്ലെങ്കിൽ നമ്മൾ ഗ്രോസ് വാല്യൂ ആഡർ, ഒന്നുകിൽ VA എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും ഗ്രോസ് വാല്യൂ ആഡർ GVA എന്ന് പറയാറുണ്ട്. ഈ സംഗതി എന്താ വെച്ചാൽ സിമ്പിളാണ് നോക്കിക്കോളും. ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, ഒരു ഉൽപ്പന്നത്തിൻ്റെ വാല്യൂ ഉണ്ടാവുമല്ലോ, അതും അതേപോലെ അതിൻ്റെ ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഓക്കെ, ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ഗുഡ് ഉണ്ടല്ലോ അതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് എന്ത് മാത്രമാണ്, ഒരു ഫൈനൽ ഗുഡിനെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഫൈനൽ ഗുഡിൻ്റെ സ്റ്റേജ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ നെല്ലും അരിയൊന്നും നമ്മൾ എടുക്കുന്നില്ല, പകരം ഏത് മാത്രമേ എടുക്കുന്നുള്ളൂ, ചോറ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കാറുള്ളത്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് വാല്യൂ ആഡർ മെത്തേഡ് നോക്കാം. അപ്പോൾ വാല്യൂ ആഡർ മെത്തേഡ് നമ്മൾ കണക്കാക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് GVA നമ്മൾ കണക്കാക്കാറുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. GVA = നമ്മളെന്താ ചെയ്യുക, ഗ്രോസ് വാല്യൂ ആഡർ വെച്ചിട്ടല്ലേ, GVA 1 + GVA 2 + GVA 3 പ്ലസ് എന്ന് പറയുന്നത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് ഏതുവരെ പോകും, എത്ര GVA എടുക്കാനുണ്ടോ അത് മുഴുവൻ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ദേശീയ വരുമാനം എന്ന രീതി കണക്കാക്കാറുള്ളത്. ഓക്കെ, അത്തരമുള്ള സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ 2 മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എന്താണ്, മാർക്കറ്റ് പ്രൈസ് കൊണ്ട് എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചിട്ട് എന്ത് ചെയ്തിട്ടും വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, GVA കണക്കാക്കാറുള്ളത് ജസ്റ്റ് നോക്കിക്കാം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള GVA കണക്കാക്കുന്ന സമയത്ത് നോക്കുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സെയിൽ ചെയ്ത സാധനം 10,000 രൂപയുടെ സെയിലാണ്, പർച്ചേസ് 6,000 രൂപക്കാണ്, പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടുക, 4,000 രൂപയല്ലേ. അപ്പോൾ നമ്മളിവിടെ വാല്യൂ ആഡർ എന്താ കണക്കാക്കുന്നത് നോക്കിക്കോട്ടോ, നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫാക്ടറി എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് വാങ്ങിയത് 6,000 രൂപയുടെ ചിലവിനാണ്. ഓക്കെ, പക്ഷേ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ വിറ്റത് 10,000 രൂപയുടെ ചിലവിനാണ്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ 16,000 എന്ന് കണക്ക് കൂട്ടാൻ പാടുണ്ടോ, ഇല്ല. കാരണം എന്താണ്, ഓൾറെഡി ഈ 6,000 10,000 കൂടി ചേർത്തിട്ട് നമ്മൾ കണക്ക് കൂട്ടാൻ പാടില്ല. പകരം എന്താണ്, ഈ 6,000 നമ്മൾ ഒഴിവാക്കും. പകരം നമ്മൾ ചെയ്യുന്ന കാര്യം തരും, 6,000 ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ 10,000 മാത്രം നമ്മൾ എടുക്കും. കാരണം എന്താണ്, അതാണ് ഫൈനൽ ഔട്ട്പുട്ട് അല്ലേ. ആ ഫൈനൽ ഔട്ട്പുട്ട് എടുത്താൽ നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, അതെടുക്കും. അതിന് എന്ത് ചെയ്യും, നമ്മുടെ ഇന്റർമീഡിയറ്റ് കൺസംഷൻ വേണ്ടി ഉപയോഗിച്ച് 6,000 എന്ത് ചെയ്യും, കുറക്കും. എന്നിട്ട് അവസാനം കിട്ടിയ ഈ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ GVA ആയിട്ട് കണക്കൂട്ടും. ഓക്കെ, അപ്പോൾ ഓരോ ഫേമിൻ്റെയും GVA ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ദേശീയ വരുമാനം കണക്കാക്കാറുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് വരുമാന രീതി അല്ലേ, വരുമാന രീതി എന്ന് പറയും. ഈ വരുമാന രീതി എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദന ഘടകങ്ങൾ. ഈ ഉൽപ്പാദന ഘടകങ്ങൾ 4 ഉണ്ടെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ ഉൽപ്പാദന ഘടകങ്ങൾ അല്ലേ, ഈ ഉൽപ്പാദന ഘടകങ്ങൾ ഉണ്ടല്ലോ, ഇത് 4 ഏതൊക്കെയാണ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അഥവാ ഈ പറഞ്ഞ ഭൂമി, അതുപോലെ എന്താണ് തൊഴിലാളികൾ, സംഘാടനം, അതേപോലെ പഠിച്ചത് എന്താണ് ഒന്ന് ഈ പറഞ്ഞ മൂലധനം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നോക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഈ പറഞ്ഞ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനമാണ് റെന്റ് അഥവാ വാടക, നമ്മൾ അതിനെ 6 എന്നാണ് സൂചിപ്പിക്കുക. ഇനി ലേബർ അഥവാ നമ്മൾ ഈ തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന് അവർ കൊടുക്കുന്ന സർവീസിന് പകരമായിട്ട് എന്ത് കിട്ടുന്നു, വേജ് കിട്ടുന്നു, വേജ് ആൻഡ് സാലറി. നമ്മളതിന് കോമൺ ആയിട്ട് എന്താ പറയുക, W എന്നാണ് പറയാറുള്ളത്. ഇനി ക്യാപിറ്റൽ, മൂലധന നിക്ഷേപം നടത്തുന്നതിന് പകരമായിട്ട് നമുക്ക് എന്താ കിട്ടുക, ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ് നമുക്ക് കിട്ടാറുള്ളത്. ആൻഡ് ഫൈനലി ഓൺട്രപ്രണർഷിപ്പ് അഥവാ നമ്മൾ എന്ത് പറയുന്നു, ഈ പറഞ്ഞിരിക്കുന്ന
സംഘാടനം എന്ന് പറയുന്നത് അല്ലേ. ഈ സംഘാടനം അല്ലെങ്കിൽ സംരംഭകത്വം നടത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും പ്രോഫിറ്റാണ് റിട്ടേൺ കിട്ടാറുള്ളത്. അപ്പോൾ അതിന് നമ്മൾ പി എന്ന് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ദേശീയ വരുമാനം എങ്ങനെ ചെയ്താൽ ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം ഇസിക്വൽ ടു ആർ പ്ലസ് റെൻറ്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് നമ്മുടെ ഇക്വേഷൻ എഴുതാറുള്ളത് കേട്ടോ. അപ്പോൾ അത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ത് ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻകം മെത്തേഡ് എങ്ങനെ കാണുന്നില്ല ഇവിടെ മലയാളത്തിൽ കൊടുത്തതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വായിച്ച് നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഇനി അടുത്തേക്ക് പോവുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ. നമുക്ക് കിട്ടിയ റെൻറ്റ് എന്ന് പറഞ്ഞാൽ 10,000 രൂപ റെൻറ്റ് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ വേജ് 6,000 രൂപ നമുക്ക് കിട്ടി. സാലറി നമുക്ക് കിട്ടിയത് 10,000 രൂപ അവിടെ സാലറിയും കിട്ടി. പിന്നെ നമുക്ക് എന്ത് കിട്ടി ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4,000 രൂപ നമുക്ക് കിട്ടി. 4,000 രൂപ നമുക്ക് കിട്ടി. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയിരുന്ന ഈ പറഞ്ഞ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 15,000 രൂപ കിട്ടി. ഓക്കെ, ഫൈനലി നമ്മുടെ ദേശീയ വരുമാനം എത്ര വരിക? നാഷണൽ ഇൻകം ഇസിക്വൽ ടു നമ്മൾ ഈ പറഞ്ഞതൊക്കെ കൂട്ടിച്ചാൽ മതി. കാരണം തന്നെ വേജും സാലറിയും ഡബ്ല്യൂയിൽ പോയി, മറ്റേത് എന്ത് ചെയ്തു റെൻറ്റിൽ 6 പോയി, ദെൻ ഇൻട്രസ്റ്റിൽ I പോയി, ദെൻ പ്രോഫിറ്റിൽ പിയും പോയി അല്ലേ. കൂട്ടി നോക്കി നിങ്ങൾ 16,000 26,000 30,000 45,000 എത്രയാണ് നമ്മുടെ ദേശീയ വരുമാനം വരിക? 45,000 രൂപ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇനി ഏറ്റവും അവസാനമായിട്ട് വരുന്ന മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഏതാണ് മെത്തേഡ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു. എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാറില്ലേ? നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന ഓരോ മേഖലയിൽ വന്ന് ചിലവ് നോക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് മേഖല? നമ്മൾ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ അല്ല, പകരം നമ്മുടെ എക്കോണമി നമ്മൾ പഠിച്ച 4 സെക്ടറുള്ളത്. ഒന്നാമതായിട്ട് വരുന്നവരാണ് ഫേംസ്, പിന്നെ അവരുടെ കൂടെ വരുന്നതാണ് ഹൗസ് ഹോൾഡ് അഥവാ ഉൽപ്പാദകരും അതുപോലെ ഉപഭോക്താക്കളും. പിന്നെ ആര് വരുന്നുണ്ട്? ഗവൺമെൻറ് വരുന്നുണ്ട് അല്ലേ. ഏറ്റവും അവസാനം ആര് വരുന്നുണ്ട്? ഫോറിൻ സെക്ടറും കൂടി വരുന്നുണ്ട്. നോക്കി, അപ്പോൾ ഈ 4 സെക്ടറുകൾ ഓക്കെ നോക്കി 1 2 3 4 ഈ 4 സെക്ടറിന് വരുന്ന ചിലവുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആരുടെ സെക്ടറിലാണ് വരിക? നമുക്കറിയില്ല. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഹൗസ് ഹോൾഡിന് വരുന്ന ചിലവാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആർക്ക് വരിക? നമുക്കറിയാം അതാർക്ക് വരുന്നതാണ്? ഫേംസിന് വരുന്ന ചിലവാണ് അല്ലേ. ഉൽപ്പാദകർക്ക് വരുന്ന ചിലവാണ് ഈ പറഞ്ഞ നിക്ഷേപത്തിൻ്റെ ചിലവ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ജി എന്ന് പറയുന്ന ആർക്ക് വരിക? ആ പേര് തന്നെ കിട്ടും നമുക്ക് ആർക്ക് വരുന്നതാണ്? ഗവൺമെൻറ്റിന് വരുന്നതാണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഫൈനലി ഏതാണ്? നെറ്റ് എക്സ്പോർട്ട് അല്ലേ. അതായത് എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് കുറക്കുമ്പോൾ കിട്ടുന്ന വാല്യൂനാണ് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുക. അതാർക്ക് കിട്ടുന്നത്? ഈ പറഞ്ഞ ഫോറിൻ സെക്ടറാണുള്ളത്. നോക്കിയേ, അപ്പോൾ ഈ 4 സെക്ടറിന് ഉണ്ടാകുന്ന ചിലവുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ എന്ത് പറയും? GDP കണക്കാക്കും. അതാണ് നമ്മുടെ ഇക്വേഷൻ. GDP = C + I + G + X - M എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുത്തത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ് ഒരു ഹോംവർക്ക് ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം തരാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? കൺസംഷൻ C തന്നിട്ടുണ്ട്, ഇമ്പോർട്ട് M തന്നിട്ടുണ്ട്, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഗവൺമെൻറ് പർച്ചേസ് G നമുക്ക് തന്നിട്ടുണ്ട്, എക്സ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ കൺസംഷൻ അലവൻസ് അത് നമുക്ക് വേണ്ട, അത് ഞാൻ വെട്ടിക്കളഞ്ഞേക്കാം, കുഴപ്പമില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്പൻസി അതൊന്നും നമുക്ക് വേണ്ട. ഫാക്ടർ ഇൻകം ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് അത് നമുക്ക് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ ഇൻകം തന്നിട്ടുണ്ട്. ഫാക്ടർ ഇൻകം അങ്ങോട്ടും കൊടുത്തതും ഇങ്ങോട്ടും കൊടുത്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മുടെ ദേശീയ വരുമാനം നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയേക്കും. ഓക്കെ, ദേശീയ വരുമാനം നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയേക്ക്. ഉത്തരം എത്ര കിട്ടുമെന്ന് വെച്ചാൽ വീഡിയോ തൊട്ടതായ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ signing out from EduPort. Okay, bye.